Healthy Hour. Healthy Hour. നമസ്കാരം. ജൂൺ 90.8 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹെൽത്തി അവറിലേക്ക് സ്വാഗതം. ഹെൽത്തി അവറിൽ കൂടെയുള്ളത് ഞാൻ ആർജി തെരേസയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ചേർന്നത് കോട്ടയം ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടർ പി വിനോദാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. കൂടുതൽ അറിവുകൾ കേൾക്കാം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ AMR എന്താണ് ഡോക്ടർ? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ AMR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല പകർച്ചവ്യാധികളും നമുക്കുണ്ടാകുന്നത് രോഗകാരികളായിട്ടുള്ള രോഗാണുക്കൾ, ഒരു ബാക്ടീരിയോ വൈറസോ പോലുള്ള രോഗാണുക്കളിൽ നിന്നാണ്. നമുക്ക് അതിനെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും അതുപോലെ രോഗം ഭേദമാക്കാനും സാധിക്കും. ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോബുകൾ അല്ലെങ്കിൽ ഈ സൂക്ഷ്മാണുക്കൾ, രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി നേടുന്ന അവസ്ഥയാണ് AMR അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം അപ്പോൾ ഒരു ബാക്ടീരിയ നമുക്കൊരു സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഒരു ബാക്ടീരിയ ഒരു കഴിവ് നേടിയെടുക്കുന്ന അവസ്ഥയാണ് AMR എന്ന് പറയുന്നത്. സർ, ഡോക്ടർ, ഈ ഒരു അസുഖം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയോ? ഇത് പറയുമ്പോൾ ഇതൊരു AMR എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷേ ഒരു പ്രത്യേക അസുഖമല്ല. നമുക്ക് പലതരം രോഗങ്ങൾ, പകർച്ചവ്യാധികൾ വരാറുണ്ട്. ഇപ്പോൾ തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, വയറിളക്ക രോഗങ്ങളുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ആ രോഗം ഭേദമാകുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ ബാക്ടീരിയകളെ നമ്മൾ നശിപ്പിക്കുന്നു. രണ്ടാമത്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയക്കെതിരെ ഒരു പ്രതിരോധ ശേഷി നേടുമ്പോൾ നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ലാതെ വരികയും ഒന്നുകിൽ നമ്മൾ അതിനേക്കാളും കൂടിയ ആൻറ്റിബയോട്ടിക്കുകളിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെതിരെയും പ്രതിരോധ ശേഷി നേടിക്കഴിഞ്ഞാൽ രോഗം ഭേദമാകാതെ വരികയും ആ വ്യക്തിയുടെ മരണത്തിന് വരെ ഇത് ഇടയാക്കി തീർക്കാം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗമാണ്. അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുക. അതിപ്പോൾ മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ഒക്കെ ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിത്തീരും. ഇപ്പോൾ മൃഗങ്ങളിലെ ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് മൂലം മനുഷ്യരിലും ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മൃഗങ്ങളിൽ നമ്മൾ പോൾട്രി ഫാം, കോഴി ഫാമുകളിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ പശുക്കളുടെ ഫാമുകളിൽ ഒക്കെ കൂടുതൽ അവർക്ക് ഈ മൃഗങ്ങൾക്ക് രോഗം വരാതിരിക്കാനും അല്ലെങ്കിൽ അവരുടെ ചെറിയ രോഗങ്ങൾക്കൊക്കെ ധാരാളമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പശുക്കളുടെ ആണെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നമ്മളെടുക്കും. ആ പാലിലൂടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും. നമ്മുടെ ശരീരത്തിൽ, അതുപോലെ തന്നെ കോഴികളിൽ നിന്നാണെങ്കിൽ കോഴി മാംസം കഴിക്കുന്നതിലൂടെ നമ്മുടെ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും. അപ്പം ഇത് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ തനതായിട്ടുള്ള വിവിധ ബാക്ടീരിയകൾ അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നോർമൽ നമുക്ക് ശരീരത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് മറ്റു ബാക്ടീരിയകൾ അങ്ങനെ സപ്രസ്ഡ് ആയിട്ട് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അത് വേണ്ട രീതിയിൽ അത് നമുക്ക് രോഗകാരണമായി തീരാതിരിക്കും. അപ്പം നമ്മുടെ ഈ പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ രോഗകാരികളായിട്ടുള്ള വിനാശകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ കൂടുതലായിട്ട് വളർന്ന് നമുക്ക് രോഗങ്ങൾക്കിടയാക്കി തീർക്കും. അപ്പം സ്ഥിരമായിട്ട് ഈ ബാക്ടീരിയകൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകളായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, അതുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അവയുടെ ഒരു ജനിതക വ്യത്യാസം, ജെനറ്റിക്സ് വെച്ചിട്ട് അതിനെ അതിജീവിക്കുന്നതിനുള്ള കഴിവ്, അത് ഏത് ജീവിക്കും പ്രകൃതി നൽകിയിട്ടുള്ളൊരു കഴിവാണ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഇതുപോലെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു പ്രത്യേക ഒരു അസുഖമല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പെന്ന് പറഞ്ഞ അസുഖം എടുക്കാം. നമ്മൾ ഏറ്റവും ലളിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് അതിനെ ചികിത്സിക്കുന്നത്. ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളോ അല്ല ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയോ പ്രതിരോധ ശേഷി നേടിക്കഴിയുമ്പോൾ ഈ അസുഖം നമ്മളുടെ ആൻറ്റിബയോട്ടിക്കുകൾ മൂലം മാറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. പ്രത്യേകിച്ചും ഈ രോഗിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രമേഹം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്ന മറ്റ് ഘടകങ്ങളോ ഉണ്ടെങ്കിൽ ഈ രോഗം മാറാതെ വരികയും അതിനുശേഷം ഈ അണുബാധ മൂത്രനാളിയിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനും അത് മരണത്തിന് തന്നെ ഇടയാക്കി തീർക്കും. ഇതുപോലെ തന്നെയാണ് ഈ പകർച്ചവ്യാധികൾ, മറ്റ് എല്ലാ സൂക്ഷ്മജീവികൾ മൂലം ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള രോഗങ്ങളുടെയും അവസ്ഥ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഈ ഒരു രോഗാവസ്ഥ മൂലം പിടിപെടാനുള്ള സാധ്യതകളുണ്ടോ?
ക്യാൻസറുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ക്യാൻസർ നമുക്കറിയാമല്ലോ, ഒരു പകർച്ചവ്യാധിയല്ല, ഒരു അണുക്കൾ മൂലം ഉണ്ടാകുന്ന. അപ്പോൾ അണുക്കൾ മൂലം ഉണ്ടാകുന്ന അപൂർവം ചില ക്യാൻസറുകളുണ്ട്. എന്നാലും ബാക്ടീരിയകൾ മൂലം അങ്ങനെ ക്യാൻസറുകളൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ക്യാൻസറുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നും. ഡോക്ടർ, ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ രോഗാവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്നാണ്. ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് രോഗശമനം കിട്ടും. രോഗശമനം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുറവുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു പറയുന്ന ഒരു പീരീഡിനുള്ളിൽ, നമ്മുടെ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് യാതൊരു ശമനവും ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇത് രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്തു. അപ്പം നമുക്ക് സൂക്ഷ്മജീവികൾ അല്ലെ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗം കൂടുതലായിട്ട് അധികരിക്കുകയും അത് കുറയാതെ വരികയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം. ഇതിനിപ്പം പ്രത്യേകിച്ച് അല്ലാതെ ഇതിനൊരു അസുഖമായിട്ട് കണക്കാക്കാനോ പ്രത്യേകിച്ച് ഒരു ലക്ഷണം പറയാനായിട്ടോ നമുക്കില്ല. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. കാരണം പുതിയ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ, എൻ്റെ ചരിത്രത്തിലേക്ക് പറയുകയാണെങ്കിൽ, പെൻസിലിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു യുഗം ആരംഭിക്കുക. അതിനുശേഷം നിരവധി ആൻറ്റിബയോട്ടിക്കുകൾ വന്നു. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികളെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും നമുക്ക് സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്കുകളെ കണക്കാക്കുന്നതുകൊണ്ട് പലരുടെയും വിചാരം ഇതൊരു സർവ്വരോഗ സംഹാരിയാണെന്നാണ്. അതങ്ങനെയല്ല. നമുക്ക് ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു അസുഖത്തിന് മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമാവുള്ളൂ. വൈറസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ആൻറ്റിവൈറൽ ഡ്രഗുകൾ ചില വൈറസുകൾക്കെതിരെ നിലവിലുണ്ട്. നമ്മുടെ ഒരു പൊതുജനത്തിൻ്റെ ഒരു ധാരണ ആൻറ്റിബയോട്ടിക്കുകൾ ഒരു സർവ്വരോഗ സംഹാരിയാണെന്നാണ്. എന്ത് അസുഖം വന്നാലും അതിനകത്ത് ആൻറ്റിബയോട്ടിക് കഴിക്കണം എന്നുള്ള ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ പൊതുജനങ്ങൾക്കുണ്ട്. ചെറിയൊരു ജലദോഷപ്പനി വന്നാലോ ആൾക്കാർ ഉടനെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടിച്ചെന്ന് അവിടുന്ന് ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിച്ച് ഉടനെ അത് കഴിക്കും. അതുകൊണ്ട് പ്രയോജനം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. കാരണം ജലദോഷം എന്ന് പറയുന്ന ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. അതിന് ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. അതപ്പം അവിടെ ഫലം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുകയും ചെയ്യും. കാരണം അത് നമുക്കൊരു ശരീരത്തിലെ പല ബാക്ടീരിയകൾക്കെതിരെ അത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യും. അത് മറ്റ് വ്യക്തികളിലേക്ക് പകരുമ്പം ഇത് സമൂഹത്തിൽ ഒന്നായി പടരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങളിലും അതുപോലെ കോഴികളിലും ഒക്കെ ഉപയോഗിക്കുന്ന അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ. ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ നേരത്തെ ഇതൊന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ മാംസം വഴിയോ പാല് വഴിയോ മുട്ട വഴിയോ ഒക്കെ നമ്മുടെ ശരീരത്തിലെത്തുകയും അങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിനും ഇടയാക്കി തീർക്കുന്നു. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിയായ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കും. ആൻറ്റിബയോട്ടിക്കിന് നമുക്കൊരു രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഒരു നിശ്ചിത കാലയളവായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുക. പക്ഷേ പലപ്പോഴും അതിൻ്റെ പകുതി സമയമാകുമ്പോഴേക്കും ആൾക്കാർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു സിംറ്റമാറ്റിക് റിലീഫ്, അവർക്ക് പനി കുറഞ്ഞ് നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നിർത്തും. അപ്പോൾ ഇത് പകുതി വെച്ച് നിർത്തി കഴിയുമ്പോൾ ഇപ്പം പൂർണ്ണമായിട്ടും ശരീരത്തിലെ ബാക്ടീരിയകൾ നശിച്ചു കാണില്ല. അപ്പം ബാക്കിയുള്ള ബാക്ടീരിയകൾ ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി കൈവരിക്കും. നാലാമത്തെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്നവ നമ്മുടെ പറമ്പുകളിലും മറ്റും ഉപേക്ഷിക്കും. ഇത് അവിടെ കിടന്ന് നമ്മുടെ വെള്ളത്തിലൂടെ, നമ്മുടെ കുളത്തിലും കിണറിലും ഒക്കെ കിടന്ന് വെള്ളത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വീണ്ടും എത്തുന്നതിനും ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇടയാക്കി തരും. അഞ്ചാമത്തെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഹൈജീനാണ്, വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. അപ്പോൾ നമുക്കറിയാം, ഡെങ്കി ഫീവർ പോലുള്ള പനികൾ പകരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസര ശുചിത്വമാണ്. അപ്പം നമ്മുടെ പരിസരം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമുക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാൻ നോക്കുകയാണെന്ന് നമ്മൾ പണ്ടേ അറിയാം. അപ്പം രോഗം വരാതിരിക്കുന്നതിനായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തി ശുചിത്വം അതുപോലെ പരിസര ശുചിത്വമാണ്. നമ്മുടെ ഓരോ വ്യക്തികളും അതൊരു കടമയായിക്കൊണ്ട്, സാമൂഹികമായിട്ടുള്ളൊരു കടമയായിക്കൊണ്ട് അവരവരുടെ വീടും പരിസരങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും ധാരാളം പകർച്ചവ്യാധികൾ നമ്മളിലേക്ക് പടരുന്നത് കൈകളിലൂടെയാണ്. കൈകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഭക്ഷണത്തിന് മുമ്പായിട്ടും ഭക്ഷണത്തിന് ശേഷവും കൈകൾ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ നമ്മുടെ മലവിസർജ്യത്തിന് മുമ്പായിട്ട് കൈ വൃത്തിയാക്കുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ കാലും മുഖവും വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പിന്നെ ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ബാക്ടീരിയകൾ പലപ്പോഴും പല തരം ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ളവയായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ കഴിവതും നമ്മൾ മാസ്ക് വെച്ചുകൊണ്ട് പോവുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആശുപത്രി കിടക്കുന്ന രോഗികളെ കാണാനായിട്ട് അനാവശ്യമായിട്ടുള്ള സന്ദർശനം ഒഴിവാക്കുക.
കാരണം ആശുപത്രി കിടക്കുന്ന രോഗികൾ നിലവിൽ അവർക്ക് അസുഖമുണ്ട്, അവരുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മളിൽ നിന്ന് ഒരു രോഗാണു അവരിലേക്ക് കിട്ടാം, അവരുടെ നില അത് വഷളാകാം. ഇനി അതല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളിലേക്ക് ഈ രോഗം ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രോഗീ സന്ദർശനമുണ്ട്, ആശുപത്രിയിൽ ഉണ്ടാകുന്ന രോഗീ സന്ദർശനം, അനാവശ്യമായിട്ടുള്ള രോഗീ സന്ദർശനം കൊണ്ട് സത്യത്തിൽ യാതൊരു പ്രയോജനവുമില്ല. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളെ ഒരു കാരണവശാലും ആശുപത്രി സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോകാനായിട്ട് പാടില്ല. ഡോക്ടർ, ഇതൊരു പാരമ്പര്യ അസുഖമായിട്ട് മാറാനുള്ള സാധ്യതകളും ഉണ്ടോ? ഇതിന് പാരമ്പര്യമായിട്ട് ബന്ധമൊന്നുമില്ല, അതായത് മനുഷ്യരിൽ ഇതിന് പാരമ്പര്യമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഈ ചില ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി പാരമ്പര്യമായിട്ട് ചിലരിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്, അല്ലാതെ ഈ AMR ബന്ധമില്ല. പക്ഷേ ഈ ബാക്ടീരിയകളിൽ ഇത് അവരടുത്ത ജനറേഷനുകളിലേക്ക് ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അവർക്ക് ബാക്ടീരിയകളിൽ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഈ അസുഖം പിടിപെടുകയാണെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? നമുക്ക് ഇപ്പോൾ WHO അങ്ങനെ ഒരു വലിയൊരു വിപത്ത് മുന്നിൽ കാണുന്നുണ്ട്. 2050 ആകുമ്പോഴേക്കും ഈ നിലയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് ലോകത്ത് 50 കോടി ജനങ്ങളായിരിക്കും ഒരു വർഷം മരിക്കാൻ സാധ്യത എന്നാണ് WHO പറയുന്നത്. കാരണം നമ്മുടെ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് നമ്മുടെ പല അസുഖങ്ങളും ഭേദമാക്കാൻ കഴിയാതെ വരികയും അതുവഴി മരണം വളരെയധികം ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഒരു WHO പറയുന്നത് ഒരു സൈലൻറ്റ് പാൻഡമിക് എന്നാണ്. നമുക്കറിയാം, പാൻഡമിക് എന്ന് വെച്ചാൽ ലോകമാകെ പടരുന്ന ഒരു അസുഖത്തെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇത് ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊരു സൈലൻറ്റ് പാൻഡമിക്, നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡോക്ടർ, കേരളത്തിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഈ ഒരു ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. 2022-23 നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മൈക്രോബയോളജി ലാബുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ആൻറ്റിബയോഗ്രാം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതുപ്രകാരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയും നല്ല രീതിയിലുള്ള ഒരു പ്രതിരോധ ശേഷി പല സാധാരണമായിട്ടുണ്ടാകുന്ന പല ബാക്ടീരിയകളും കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള യത്നമാണ് സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നത്. ഇപ്പോൾ WHO വർഷങ്ങൾ കഴിഞ്ഞ് 10 വർഷത്തിന് മുമ്പ് ലോകത്തെമ്പാടും ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയിലും 2017-18 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് AMR എന്ന് പറയുന്ന പ്രോഗ്രാം പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്നു കുറയ്ക്കുക. രണ്ടാമതായിട്ട് പൊതുജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അപ്പം അങ്ങനെ ബോധവാന്മാരാക്കുന്ന ഇപ്പം ഈ 2026 ഗവൺമെൻറ് ഒരു പുതിയ യത്നം തന്നെ ഇതിൻ്റെ അകത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അതിൻ്റെ ആദ്യപടിയായിട്ട് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകൾ, ആൻറ്റിബയോട്ടിക് സ്മാർട്ട് LSCD, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ, അങ്ങനെ പതിയെ നമ്മുടെ സംസ്ഥാനമൊട്ടാകെ ആൻറ്റിബയോട്ടിക് സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാക്കി തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിപ്പോൾ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ മാർച്ചിൽ കേരളത്തിൽ 83ഓളം ആരോഗ്യ സ്ഥാപനങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ 10 ആരോഗ്യ സ്ഥാപനങ്ങളാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡോക്ടർ, ഫൈനലി ഡോക്ടർക്ക് പൊതുജനങ്ങൾക്കായിട്ട് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? എനിക്ക് ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ആൻറ്റിബയോട്ടിക്കുകൾ, ഒന്നാമത്തെ കാര്യം, ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ഒരു സർവ്വരോഗ സംഹാരിയല്ല. അത് വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു അമൂല്യമായിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമതായിട്ട്, ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിച്ചാൽ അത് പറയുന്ന കൃത്യമായിട്ടുള്ള ഡോസിൽ കൃത്യമായിട്ടുള്ള കാലയളവിലേക്ക് പൂർണ്ണമായിട്ടും കഴിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ആൻറ്റിബയോട്ടിക്കുകളോ വല്ലതും മിച്ചം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നമ്മുടെ പുരയിടത്തിലോ അല്ലെ പറമ്പിലോ നമ്മൾ നിക്ഷേപിക്കരുത്. അതിനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒരുക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി ഇടുക. അവിടെ നിന്ന് അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കപ്പെടും. മൂന്നാമതായിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ നമുക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ശരിയായ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. ഹെൽത്തി അവർ അങ്ങനെ ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് രോഗാവസ്ഥയെക്കുറിച്ചായിരുന്നു. നമ്മളോടൊപ്പം ചേർത്തത് കോട്ടയം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ P. വിനോദായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് തിരികെ എത്താം. Till then, this is me, RJ Teresa, signing off from Healthy Hour and keep on listening to June FM 90.8. കേൾക്കാം, പാടാം, ആഘോഷിക്കാം.